അധികം ചിലവില്ലാതെ ഫാമിലിയും കൂട്ടി ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, എല്ലാവർക്കും ചാരു എസ് പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഉൾഗ്രാമങ്ങളിൽ ഒന്നായ വണ്ടാഴി ഗ്രാമപഞ്ചായത്തേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവിടെ ഒരു ഡാമുണ്ട്, അതായത് മംഗലം ഡാം എന്ന് പറയും അതിനൊരു പേര്. ഇപ്പോൾ പാലക്കാടിലെ അതിമനോഹരമായ ഒരു ഡാം കൂടിയാണ് മംഗലം ഡാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആലത്തൂരിൽ നിന്ന് വരുന്ന സമയത്ത് അണക്കപ്പാറയിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഈ വഴി നേരെ പോയി ചെന്ന് എത്തുന്നത് മുടപ്പുലൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് കേട്ടോ. വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു ഉൾഗ്രാമമായ വണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ നമ്മൾ മുടപ്പുലൂരെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്നത് ഈ ഒരു വണ്ടാഴി ഗ്രാമപഞ്ചായത്തേക്കാണ്. പാലക്കാട് ടൗണിൽ നിന്നും അതേപോലെ തന്നെ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഈ ഒരു മംഗലം ഡാമിലേക്ക് വരുന്ന കിലോമീറ്റർ 50 കിലോമീറ്റർ ദൂരമാണ് വരുന്നത് ഏകദേശം. അപ്പോൾ നമ്മൾക്ക് തൃശ്ശൂരിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് വടക്കഞ്ചേരി ടച്ച് ചെയ്ത് ടൗണിൽ കൂടെ കയറിയ ശേഷം മംഗലം പാലത്തിൻ്റെ എതിർവശത്തൂടെ വന്ന് അതിലേക്ക് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മുടപ്പുലൂർ എത്തിപ്പെടാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പാലക്കാട് നിന്ന് നേരെ ഹൈവേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അണക്കപ്പാറയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് കട്ടിലൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടപ്പുലൂർ എത്തും. അവിടെ നിന്ന് നേരെ നമ്മൾക്ക് ഈ ഡാമിലേക്ക് പോകാം. അതുകൂടാതെ തന്നെ നമ്മൾക്ക് പൊള്ളാച്ചിയിൽ നിന്ന് അതേപോലെ തന്നെ കൊല്ലംകോട് നെമ്മാറ അവിടെ നിന്ന് വരുന്ന സമയത്ത് നെമ്മാറ ടച്ച് ചെയ്ത് ചിറ്റലഞ്ചേരി വഴി കൂടി നമുക്ക് വരാം കേട്ടോ. റോഡുകളൊക്കെ നല്ല റോഡുകൾ തന്നെയാണ്. നമുക്ക് ഈ മംഗലം ഡാമിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറിയപ്പോഴാണ് ചെറിയ റോഡുകൾ അവിടെ കുറച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ അത്ര വലിയ മോശമൊന്നും പറയാനൊന്നും റോഡുകൾ ഇല്ല കേട്ടോ. നല്ല വൃത്തിയായിട്ടുള്ള റോഡുകൾ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഏകദേശം മംഗലം ഡാമിൻ്റെ പരിസരത്ത് എത്താനായി. രണ്ട് വശങ്ങളിലും കാണാം നല്ല കൃഷിയിടങ്ങളാണ്. കുറേ ഭാഗങ്ങളിൽ വാഴകൾ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ പ്രധാന ആശ്രയ കേന്ദ്രം കൂടിയാണ് കേട്ടോ ഇത്. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും. എന്തായാലും നമ്മൾ വണ്ടി ഫ്രണ്ടിലേക്ക് ഒന്നും കൂടി എടുത്തു. നോക്കുന്ന സമയത്ത് ഇതാണ് ആ ഡാമിലേക്ക് പോകുന്ന ഫ്രണ്ടിലെ കവാടം. അത്യാവശ്യം ഇത്തിരി വലുപ്പമുള്ള ഒരു കവാടം തന്നെയാണ്. ഫ്രണ്ടേജൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഗേറ്റ് കഴിഞ്ഞതും അതിൻ്റെ തൊട്ട് തന്നെ ഒരു 3 ബോർഡുകൾ കാണാൻ സാധിച്ചു. അപ്പോൾ അത് നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നൊരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. തൊട്ട് ഇപ്പുറേ കാണാൻ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നതും കാണാം. അതേപോലെ തന്നെ ഇവിടെ കാണേണ്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഡാം ഷട്ടർ, കുട്ടികളുടെ പാർക്ക്, കുട്ടികളുടെ കളിസ്ഥലം, സാഹസിക വിനോദം കുട്ടികൾക്കും മുതിർന്നവർക്കും, ടിക്കറ്റ് കൗണ്ടർ, പാർക്കിംഗ്, ശുചിമുറി, കുടിവെള്ളം, ടീ സ്റ്റാൾ, വ്യൂ പോയിൻ്റ് എന്നീ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നാണ്. കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ കുറച്ച് നവീകരണ വികസന പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം 2022 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനായിട്ട് പ്രസേനനും ഇതിൻ്റെ ഉദ്ഘാടനം കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, ശ്രീ കെ കൃഷ്ണൻകുട്ടി എന്നിവരൊക്കെയാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നു. അപ്പോൾ അവിടെ കാണാൻ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും, ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ട് 10 രൂപയും, പിന്നെ കാറ്, ജീപ്പ് അങ്ങനെയുള്ള ഐറ്റംസിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 രൂപ, ബസ്സിന് 40, പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് 25 രൂപ, വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ 250 രൂപ കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോകണം. നമുക്ക് നടന്നു പോകുകയാണെങ്കിൽ നടന്നു പോകാം, ഇല്ലെങ്കിൽ നമ്മുടെ വാഹനം ഏതാണോ അതിൽ കൂടി പോകാം നമുക്ക്. അപ്പോൾ നമ്മുടെ കൂടെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും നടക്കാൻ തീരുമാനമില്ല. എന്തായാലും വണ്ടിയിൽ പോയിട്ട് നമുക്ക് ആ ഡാമിൻ്റെ ആ പരിസരത്ത് നമുക്ക് പോകട്ടോ. കണ്ടോ, ഈ ഒരു വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ 2 സൈഡും വലിയ വലിയ വൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കുറേ കെട്ടിടങ്ങളൊക്കെ ഇവിടെ, പൊളിഞ്ഞ കെട്ടിടങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ പാർക്കിംഗ് ഏരിയയിലെത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്തു. കുറച്ച് പേരെ കാണുന്നുള്ളൂ കേട്ടോ. എന്നപ്പോൾ ഒരു 3 വണ്ടി ഇവിടെ കണ്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച ടിക്കറ്റില്ലേ അത് ഇവിടെ കൊടുക്കണം. അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ ടിക്കറ്റ് കൊടുത്തു. അയാൾ നമ്മളെല്ലാവരും അകത്തേക്ക് കയറ്റി.
ഇവിടെ പോകുന്ന സമയത്ത് ഇവിടെ വൃത്തിയാക്കുന്ന കുറച്ചധികം സ്ത്രീകൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തെല്ലാം കാര്യങ്ങളൊക്കെ തിരക്കി ഇങ്ങനെ പതുക്കെ നടക്കുകയാണ്. നമ്മൾ ഈ നടന്നു വരുന്ന വഴിയിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ഡാമിൻ്റെ ഷട്ടറിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. 6 ഷട്ടറുകളാണ് അതിന് നിലവിലുള്ളത് കേട്ടോ. ഈ ഷട്ടറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ജലാശയത്തേക്ക് ഇറങ്ങരുത് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറിൻ്റെ ഉത്തരവാണത്. നമ്മളിപ്പോൾ ഈ ഒരു ഷട്ടറിൻ്റെ മേലെ കൂടെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഏകദേശം ഒരു 11:30-12 മണി ആയി കാണും ഇപ്പോൾ. അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് ഓരോ ഷട്ടറിനും ഓരോ കടവ് വീതം ഇതിന് നൽകിയിട്ടുണ്ട്. വെള്ളം കുത്തിയൊഴുകി പോകാനായിട്ടാണത് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഷട്ടറിൻ്റെ ഒരു ഭാഗങ്ങൾ നമുക്ക് കാണാം മേലെയായിട്ട്. മെയിൻ ഷട്ടർ ഒരു 6 എണ്ണവും അതിൻ്റെ ഒരു സബ്ബായിട്ട് കനാലിന് വേണ്ടി മാത്രം വെള്ളം പോകാനായിട്ട് ഒരു ഷട്ടറും കൂടിയുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിന് 7 ഷട്ടറാണ് ഉള്ളത്. അതിൽ കനാൽ വെള്ളം പോകാനായിട്ടുള്ള ഒരു ഷട്ടർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കൃഷി ആവശ്യത്തിനായിട്ട് ഈ ഒരു പരിസരത്തുള്ള വണ്ടാഴി ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തേക്കെല്ലാം കൃഷിയിടങ്ങൾക്ക് ഈ ഒരു ഡാമിൽ നിന്നാണ് വെള്ളം പോകുന്നത്. ഡാം ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നടന്നു ഫ്രണ്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഇവിടെ വിശാലമായിട്ടുള്ളൊരു കളിസ്ഥലവും കൂടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കളിസ്ഥലം കൂടിയാണ് ഇവിടെ. വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റ് വകുപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കാശ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു ഡാമിനെ ശരിയായ രീതിയിൽ പരിപാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ഡാമിക്ക് വന്നിട്ട് ഏകദേശം ഒരു 15 കൊല്ലം കഴിയും കേട്ടോ. ആ സമയത്ത് വരുന്ന സമയത്തൊന്നും ഇവിടെ ഇങ്ങനെ ഇരിപ്പിടങ്ങളൊന്നും ഇല്ല, താഴെയൊന്നും കല്ലുകളൊന്നും പതിച്ചിട്ടില്ല. ഇവിടെയാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അവിടെ നോക്കുന്ന സമയത്ത് അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് ദൂരെ കാണും ഒരു ഏർമാടം കാണാം. അത് ഫില്ലറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാമിൻ്റെ ഏകദേശമുള്ള എല്ലാ ഭാഗങ്ങളും കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം കൂടി നടന്നു വരുന്ന സമയത്ത് ഇവിടെ കുറേ കൊട്ട വഞ്ചികൾ കാണാം. മീൻ പിടിക്കുന്ന ആൾക്കാരുടെ ഒരു വഞ്ചികളാണിത്. ഈ ഒരു ഗേറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് നോക്കുന്ന സമയത്ത് കുറേയധികം ആൾക്കാരും കുട്ടികളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ലപോലെ ഒരുക്കിയിട്ടുണ്ട്. ഏതോ സ്കൂളിൽ നിന്ന് വന്നതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ അടുത്തൊന്ന് വിശേഷം ഒന്ന് തിരക്കാം. നമ്മളത് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു പാലക്കാട് ആയക്കാട് സ്കൂളിൽ നിന്നാണ് കേട്ടോ കുട്ടികൾ വന്നിരിക്കുന്നത്. ഇത് ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പിനായിട്ട് വന്നതാണ്. എന്തായാലും നമ്മുടെ കുട്ടികളും ഈ ഒരു കളിസ്ഥലത്ത് കയറി തകർത്ത് ആർമാദിക്കുകയാണ് കേട്ടോ. അധികം ചിലവില്ലാതെ ഒരു ഫാമിലി ട്രിപ്പ് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മംഗലം ഡാം. കുട്ടികൾക്ക് കളിക്കാനായിട്ട് യഥേഷ്ടം സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഏർമാടമാതിരി ഒരു സംഭവം കണ്ടു കേട്ടോ. 2 മരങ്ങളിലായിട്ട് ഒരു കമ്പി വെച്ചിട്ട് അതിലൊരു പല കഷ്ണം കൊടുത്ത് കെട്ടി വലിച്ച് വെച്ചിരിക്കുന്നു. അതിൽ കൂടെ നടന്നു പോകാനായിട്ടുള്ളതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് കയറാനായിട്ട് കോണിപ്പൊടികളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം കേട്ടോ. അവിടെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ മുളയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾക്കതിൽ കയറാതിരിക്കാനാണ് നല്ലതെന്ന് തോന്നി. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഇരിക്കാനായിട്ട് നല്ല സുഖം കേട്ടോ. നല്ല തണുത്ത കാറ്റും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മംഗലം ഡാം. എല്ലാവരും സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് കണ്ടു നോക്കൂ. എത്രത്തോളം ഭംഗിയായിട്ടാണ് ഈ ഒരു ഡാമും പരിസരമൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കണം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതേപോലെ മറ്റു വിശേഷങ്ങളുമായി ഇനിയും നമ്മൾക്ക് കാണാം. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.